രാഹുൽ ഈശ്വർ അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാർ പറയുന്നത്. നാവ് ചതിച്ചതുകൊണ്ട് മാത്രം രാഹുൽ ഈശ്വർ ഒരാഴ്ചയായി ജയിലിൽ തുടരുന്നുണ്ട്. കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടം പുറത്തും കഴിയുന്നു. കേൾക്കുമ്പോൾ കൗതുകമുണർത്തുന്ന സംഭവമാണെങ്കിലും ഇരന്ന് വാങ്ങിയ ശിക്ഷയായതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ. എൻ്റെ പേരിൽ കേസെടുക്കൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് കേരള പോലീസിനോട് കെഞ്ചി പറഞ്ഞ രാഹുലിനെ പിന്നെ അവർ എന്ത് ചെയ്യാനാ? സ്വയം പ്രഖ്യാപിത അഭിനവ ഗാന്ധിയായ അദ്ദേഹത്തിന് പക്ഷേ സ്വന്തം നിലപാടുകളിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ പിന്നോട്ട് പോകേണ്ടി വന്നത് വളരെ രസകരമായി തോന്നാം. സ്വയം നിരാഹാര പ്രഖ്യാപനം, സ്വയം പിൻവലിച്ച് ആഹാരം ചോദിച്ചു വാങ്ങേണ്ടി വന്നു. ഇനി ഒരിക്കലും അതിജീവിതയെ ആക്ഷേപിക്കില്ല എന്നും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കോടതിയിൽ പറയേണ്ടിയും വന്നു. നമ്മുടെ ഗാന്ധിജിയുടെ നെഞ്ചുറപ്പ് സ്വയം പ്രഖ്യാപിത അഭിനവ ഗാന്ധിക്കില്ലാതെ പോയല്ലോ. സോഷ്യൽ മീഡിയയിലും ചാനൽ മുറികളിലും ഇരുന്ന് തള്ളിമറിക്കുന്നതല്ല സ്വാതന്ത്ര്യ സമരമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പുരുഷ കമ്മീഷൻ എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം അതിജീവിതകളെ അപമാനിച്ചുകൊണ്ട് അവതരിപ്പിക്കലല്ല എന്ന് പലരും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. പക്ഷേ അമിത ആത്മവിശ്വാസം കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ അവഗണിച്ചു കളഞ്ഞു. ഫലമോ കേസും ജയിൽവാസവും. ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് അദ്ദേഹത്തിനൊരു പാഠമാകേണ്ടതായിരുന്നു. അദ്ദേഹവും രാഹുലിനെ പോലെ ഒരു അറ്റൻഷൻ സീക്കറായിരുന്നു. ജയിലിൽ പോയി ഇതുപോലൊക്കെ കസർത്ത് കാണിച്ച് കോടതി അഡപടലം പൂട്ടിച്ചതാണ്. ഒടുവിൽ മാപ്പ് എന്ന് പറഞ്ഞാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത്. 8-ാം തീയതി എനിക്ക് കുറേ കാര്യങ്ങൾ കൂടി അതിജീവിതയെക്കുറിച്ച് പറയാനുണ്ട്, ഞാൻ അന്ന് ദിലീപ് ബാൻഡും തലയിൽ കെട്ടി വരുമെന്ന് പറഞ്ഞ കക്ഷിയാണ് രാഹുൽ. ഒരു പക്ഷേ പോലീസും കോടതിയും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാകും 8-ാം തീയതി ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ എന്ന്. പൊതുവെ ഒരല്പം ഹൈപ്പറായ രാഹുലിന് തൻ്റെ പിരിപിരിപ്പ് സ്വഭാവം ഒന്ന് കുറയ്ക്കാൻ ഈ ജയിൽവാസം ഉപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും അദ്ദേഹം ഇനി പുറത്തിറങ്ങണമെങ്കിൽ 8-ാം തീയതി കഴിയും. അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിരിപിരിപ്പ് സ്വഭാവം പിന്നെയും ഇളക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം.